ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനസ് കേക്ക് ആൻഡ് ബേക്ക്. നമ്മൾ കുറച്ച് ദിവസമായാലും ലോങ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേക്കിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗനാഷ് ഡ്രിപ്പിംഗ് കൊടുക്കാമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗനാഷ് ഡ്രിപ്പിംഗ് കൊടുക്കുന്ന കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതായിരിക്കണം. മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം. ഇല്ല നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കേക്കാണെങ്കിൽ ആദ്യം ഫ്രീസറിൽ വെച്ചിട്ട് കേക്ക് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. കേക്കിൽ ഡ്രിപ്പിംഗ് കൊടുക്കുന്ന സമയത്ത് ആദ്യം സൈഡ്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം കേക്കിൻ്റെ ടോപ്പ് കവർ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗനാഷിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഗനാഷ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പെർഫെക്റ്റ് സ്ട്രിങ്സ് ആയിട്ട് നമുക്ക് സൈഡിൽ ഡ്രിപ്പിംഗ് കിട്ടും. അല്ലെങ്കിൽ കേക്കിൽ അതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. ഗനാഷ് കേക്കിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഗനാഷിന് അധികം ചൂടുണ്ടാവാൻ പാടില്ല, എന്നാൽ ഒത്തിരി തണുത്തും പോകരുത്. ഒരു മീഡിയം ടെമ്പറേച്ചറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഗനാഷ് ലൂസായി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം അല്പസമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പം കട്ടിയായിട്ട് വരും. ഫ്രിഡ്ജിൽ വളരെ കുറച്ച് സമയം മാത്രം വെച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ഒത്തിരി കട്ടിയായിപ്പോവും. അപ്പോൾ നമ്മൾ വീണ്ടും മെൽറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ നോർമലി ഗനാഷ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടൊരു കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡറൊക്കെ നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇന്നത്തെ കേക്കിൽ ഞാൻ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള സെയിം ഗനാഷിലേക്ക് ഒരു 1 ഡ്രോപ്പ് പർപ്പിൾ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒന്ന് റൗണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് പതിയെ ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.